അവയവദാന സമ്മതപത്രം നൽകി മാതൃകയാവുകയാണ് മേവട ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കലാ ആസ്വാദക സംഘം കൾച്ചറൽ ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റി പ്രവർത്തകരും നാട്ടുകാരും. കലയെയും കലാകാരന്മാരെയും പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ 2022 ആരംഭിച്ച കാസ് സാമൂഹിക സാംസ്കാരിക ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ സജീവ സാന്നിധ്യമാണ്. 22 അംഗങ്ങളുള്ള കാസ് ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലൂടെ ഇതിനോടകം ശ്രദ്ധ നേടിയിട്ടുണ്ട്. അവയവദാന സമ്മതപത്രം നൽകിക്കൊണ്ട് പൊതുജനങ്ങളിൽ അവബോധം വളർത്താനുള്ള കാസിന്റെ ശ്രമം ശ്ലാഘനീയമാണ്. അവയവദാനത്തിന്റെ പ്രാധാന്യം ജനങ്ങളിലേക്ക് എത്തിക്കാനും കൂടുതൽ പേരെ ഈ ഉദ്യമത്തിൽ പങ്കാളികളാക്കാനും കാസിന്റെ ഈ പ്രവർത്തനങ്ങൾ വഴി സഹായിച്ചു. ഇതിന്റെ ഭാഗമായി സംഘടിപ്പിച്ച അവയവദാന ബോധവൽക്കരണ ക്ലാസ്സിൽ പങ്കെടുത്തവരും അവയവം ദാനം ചെയ്യുന്നതിന് സമ്മതം നൽകി. കാസിന്റെ പ്രവർത്തനങ്ങൾ ഐഫോറി ന്യൂസുമായി പങ്കുവച്ച് ഭാരവാഹികൾ. കലാ ആസ്വാദക സംഘം നമ്മളെ സംബന്ധിച്ച് പാലായില് ഇപ്പോൾ പല മേഖലയിലും കലാ ആസ്വാദക സംഘത്തിന്റെ സ്പർശമുണ്ടായിട്ടുണ്ട്. പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കപ്പെടേണ്ട കാര്യങ്ങൾ പലരിലും ജനങ്ങളിൽ എത്തിച്ചേരേണ്ട പല കാര്യങ്ങളിലും കലാ ആസ്വാദക സംഘം മുന്നിൽ നിന്ന് നയിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പ്രേക്ഷകർക്ക് അറിയാൻ ആഗ്രഹമുണ്ട്, എന്താണ് കലാ ആസ്വാദക സംഘം? അതിനെപ്പറ്റി നമുക്ക് ചോദിച്ചറിയാം. നമ്മുടെ കലാ ആസ്വാദക സംഘത്തിന്റെ പ്രസിഡന്റ് പ്രിയപ്പെട്ട ബിജു കുഴിമുള്ളിൽ, സെക്രട്ടറി സന്തോഷ് മേവട നമ്മോടൊപ്പം ഉണ്ട്. എന്താണ് ബിജേട്ടാ ഈ കലാ ആസ്വാദക സംഘത്തെ പറ്റി നമുക്ക് ജനങ്ങളോട് പറയാനുള്ളത്? 2022 ഞങ്ങൾ കുറേ ചെറുപ്പക്കാരെ കൂടിയിരുന്നു. അപ്പം നമ്മുടെ സിബി ജോസ് കഴിഞ്ഞ ദിവസം മരിച്ചുപോലെ ഞങ്ങളുടെ സ്ഥാപക പ്രസിഡന്റാണ്. അദ്ദേഹത്തിന് ഒരു ആശയം തോന്നി, നമുക്ക് ഇവിടുത്തെ കൾച്ചറൽ ആക്ടിവിറ്റി അല്ലേ, കലാകാരന്മാർക്കൊക്കെ ഈ കൊറോണ കഴിഞ്ഞിട്ടും ആ കൊറോണ കാലത്തും വളരെ മോശം സ്ഥിതിയിലാണ്, അവർക്ക് ജീവിക്കാനുള്ള മാർഗം പോലും ഇല്ലാത്ത ഒരവസരത്തിൽ നമുക്ക് കലയും കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കണ്ടേ. അങ്ങനെ മേവടയിലും ആയില്യക്കുന്നിലും ഓരോ നാടകം നടത്തിയാണ് ഞങ്ങൾ രംഗപ്രവേശം ചെയ്തത്. അതിന് മുമ്പ് ഒരു മേവട കൂട്ടുകാരുടെ കൂട്ടായ്മ എന്നും പറഞ്ഞുണ്ടായിരുന്നു. അതിനെയാണ് ഞങ്ങൾ ഈ തരത്തിലേക്ക് മാറ്റിയെടുത്തത്. അത് കലാകാരനെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയാണ് കലാ ആസ്വാദക സംഘമായത്. പിന്നീട് തോന്നി ഇത് സാധാരണക്കാരന് പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ ഇവരെയൊക്കെ നമുക്കൊന്ന് സഹകരിപ്പിക്കണം. നമ്മളും ഇങ്ങനെ ഇരുന്ന് പോയിട്ട് കാര്യമില്ല, ഒരു രസത്തിനല്ല. അങ്ങനെ വന്നപ്പോഴാണ് കൾച്ചറൽ ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റി എന്നും പറഞ്ഞ് ഇതിനെ മാറ്റുന്നതും രജിസ്ട്രേഷൻ 2022 മാർച്ചിൽ ഇത് രജിസ്റ്റർ ചെയ്ത് പ്രവർത്തനം ആരംഭിച്ചു. ആദ്യത്തെ പ്രവർത്തനം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ കലാ ആസ്വാദക സംഘത്തിന്റെ സെക്രട്ടറി പ്രിയങ്കരനായ സന്തോഷ് മേവടയാണ്. ആ സന്തോഷ് മേവടയെ നമ്മുടെ മിനി സ്ക്രീനിലും സിനിമാ മേഖലകളിലും പലപ്പോഴും ശ്രദ്ധയാകർഷിച്ച ഒരു വ്യക്തിത്വമാണ് സന്തോഷ് മേവട. ഈ കലാ ആസ്വാദക സംഘത്തിന്റെ സെക്രട്ടറി ആയതുകൊണ്ട് തന്നെ അദ്ദേഹം അതിന് പ്രധാനമായിട്ടൊരു ചുക്കാൻ പിടിച്ചിട്ടുണ്ടാവും. നമുക്കത് അദ്ദേഹത്തോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാൻ സാധിക്കും. എന്താണ് സന്തോഷിച്ചിട്ട് നമ്മുടെ കലാജീവിതം ഇതിന് ഗുണകരമായോ? കലാ ആസ്വാദക സംഘം എന്നൊരു സൊസൈറ്റി ഇവിടെ ഉണ്ടാകാൻ കാരണം? തീർച്ചയായിട്ടും. കാരണം ഞാൻ ഉൾപ്പെടെയുള്ള ഞങ്ങളുടെ കലാസ്വാദക സംഘത്തിലുള്ള കുറേ അധികം ആളുകൾ സ്റ്റേജ് അല്ല കല ഉപജീവനമായിട്ട് ജീവിച്ചു പോകുന്ന ആളുകളാണ്. അപ്പം ഞങ്ങളുടെ എല്ലാവരുടെയും കൂടെ ഒരു അവസ്ഥയും കൂടെ മനസ്സിലാക്കിക്കൊണ്ടാണ് ഞങ്ങളുടെ സാബു പ്രസിഡന്റ് സിബിച്ചൻ ഇങ്ങനെ കോവിഡ് കഴിഞ്ഞ സമയത്ത് പ്രസിഡന്റിലെ കലാകാരന്മാർക്ക് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങൾ മേവടയിലും ആയിരിക്കും 2 നാടകങ്ങൾ സ്പോൺസർ ചെയ്യുകയാണ് ചെയ്തത്. മേവടയിലെ നാടക കൂട്ടുകാരെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പറഞ്ഞു ഞങ്ങൾ ഇതെന്താണ് ഈ കൂട്ടായ്മ പിരിച്ചുവിടേണ്ടത്, കാരണം നല്ലൊരു ടീമാണ്. അങ്ങനെ ഞങ്ങൾ എന്ത് പേരിടണമെന്ന് ആലോചിച്ചു. നമ്മളെന്താണ് കലയെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു സംഘടന ഉണ്ടാക്കുക. അങ്ങനെ കലാ ആസ്വാദക സംഘം എന്ന പേരിട്ട് കലാ ആസ്വാദക സംഘം കൾച്ചറൽ ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റി എന്ന പേര് രജിസ്റ്റർ ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ ഞങ്ങൾ ആദ്യമേ ചെയ്ത് നമ്മൾ സാധാരണ ഒരു ക്ലബിൻ്റെ ഒരു സാംസ്കാരിക സംഘടനയുടെ പ്രവർത്തനങ്ങളിൽ കുറച്ചൊന്ന് മാറി നിന്നുകൊണ്ട് ചാരിറ്റിക്ക് മുൻതൂക്കം കൊടുത്തുകൊണ്ടായിരിക്കും നമ്മുടെ പ്രവർത്തനം പോകേണ്ടതെന്ന് ആദ്യത്തെ കമ്മിറ്റി തന്നെ ഞങ്ങൾ തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ആദ്യത്തെ ഒരു ഓണാഘോഷം കാസോണം 2021 എന്ന പേരിൽ നമ്മുടെ മേവടെ തന്നെയുള്ള പെരുവട്ടത്തിലുള്ള എമ്മാനുവൽ ഹോമിൽ അവിടെ ഏകദേശം 22ഓളം മാനസിക വെല്ലുവിളി നേരിടുന്ന വനിതകളെ താമസിക്കുന്ന പുനരധിവസിപ്പിക്കുന്ന സ്ഥലമാണ്. അവിടെ അവരോടൊപ്പം ഞങ്ങൾക്ക് അവർക്ക് ഓണക്കോടിയും ഓണസദ്യ നൽകിക്കൊണ്ട് ഞങ്ങൾ അവരോടൊപ്പമാണ് ഞങ്ങളുടെ ആദ്യത്തെ ഓണാഘോഷം നടത്തിക്കൊണ്ട് ഞങ്ങളുടെ പ്രോഗ്രാം ചെയ്തു. അങ്ങനെയാണ് ഞങ്ങൾ ഒരു പ്രോഗ്രാമിലേക്ക് വരുന്നത്. അതിനുശേഷമുള്ള ഞങ്ങളുടെ പരിപാടികളെല്ലാം ഞങ്ങൾ ഇപ്പോൾ നമ്മുടെ മേവടെ കോളനിയിൽ തന്നെയുള്ള ഒരു കുട്ടികൾ വീൽ ചെയറിൻ്റെ മെയിൻ്റനൻസ് കാര്യങ്ങളെല്ലാം ഞങ്ങൾ തന്നെയാണ് ചെയ്തു കൊടുത്തത്. അതുപോലെ ഞങ്ങൾക്ക് പറ്റുന്ന രീതിയിലുള്ള ഡോക്ടേഴ്സ് ദിനത്തിൽ ഡോക്ടേഴ്സിനെ ആദരിച്ചു, അതുപോലെ പരിസ്ഥിതി ദിനാഘോഷ ആചരണങ്ങളൊക്കെ നടത്തുന്നുണ്ട്. അതോടൊപ്പം ഈ ഓണാഘോഷ പരിപാടികൾ എപ്പോഴും ഞങ്ങൾ ചെയ്യുന്നത്. കഴിഞ്ഞ 2023 നമ്മൾ സമൂഹത്തിൽ ഏറ്റവും ഉന്നതിയിൽ നിൽക്കേണ്ടവർ പക്ഷേ എന്നാൽ അവഗണിക്കപ്പെട്ടു പോകുന്ന ചില ആളുകളാണ് നമ്മുടെ ഹരിതകർമ്മസേനകൾ, ആശാവർക്കർമാർ, അതുപോലെ തന്നെ അംഗൻവാടി ഹെൽപ്പേഴ്സ്. ഇവരെ സംഘടിപ്പിച്ചുകൊണ്ട് ഇവരോടൊപ്പമായിരുന്നു ഞങ്ങളുടെ ഓണാഘോഷം. പിന്നീട് 3ാമത്തെ വർഷം വന്നപ്പോഴത്തേക്ക് ഞങ്ങൾ ഓണാഘോഷം നടത്തിയത് നമ്മുടെ ഗേൾസ് ടൗണിലെ കുട്ടികൾ. നമുക്കറിയാം അവിടുത്തെ കുട്ടികളിൽ സാമ്പത്തികമായിട്ട് അത്ര മുന്നോക്കം നിൽക്കുന്ന കുട്ടികളല്ല. അപ്പോൾ അവരെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഞങ്ങൾ
ഓണാഘോഷം. അപ്പോൾ ഞങ്ങൾ അതുപോലെയുള്ള പരിപാടികളാണ് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നത്. അതുപോലെ ഇപ്പോൾ ഞങ്ങൾ ഏറ്റവും ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ചെയ്തൊരു പരിപാടിയാണ് അവയവദാനം. ഐഫോറിയനെ സംബന്ധിച്ച് ഐഫോറിയയിൽ പലപ്പോഴും ചികിത്സാ സഹായം അല്ലെങ്കിൽ അവയവ മാറ്റത്തിന് വേണ്ടി ആവശ്യങ്ങൾ വന്നുകൊണ്ട് അല്ലെങ്കിൽ ചികിത്സാ സഹായ നിധികൾ രൂപീകരിക്കുന്ന സാഹചര്യങ്ങളൊക്കെ നമ്മൾ കാണാറുണ്ട്. അപ്പോൾ നമ്മൾ പലപ്പോഴും ഈ അവയവ മാറ്റത്തിനൊക്കെ വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് ഈ അവയവങ്ങൾ കിട്ടാതെ വരിക അല്ലെങ്കിൽ ഇത് ആരിൽ നിന്നാണെങ്കിലും മേടിക്കേണ്ടി വരുന്നൊരു സാഹചര്യമൊക്കെ ജനങ്ങൾക്കുണ്ട്. അപ്പോൾ ഈ ഒരു അവയവ മാറ്റം അല്ലെങ്കിൽ അവയവദാനം എന്ന് പറയുന്നൊരു കൺസെപ്റ്റിൽ വരുമ്പോൾ അതെങ്ങനെയാണ് നമ്മളത് ആൾക്കാരിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റുക? ഏത് സാഹചര്യത്തിൽ നമുക്ക് അവരെ എല്ലാം ഈ അവയവദാനത്തിന് വേണ്ടി നമുക്ക് അതിൻ്റെ സമ്മതപത്രമോ അങ്ങനത്തെ കാര്യങ്ങളോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളൊക്കെ സമീപിച്ചാൽ എന്ത് ചെയ്ത് കൊടുക്കാൻ പറ്റും എന്നൊന്ന് വിശദീകരിക്കാൻ പറ്റും? തീർച്ചയായിട്ടും നല്ല ചോദ്യമാണ്. അതായത് എനിക്ക് കുറേ വർഷങ്ങൾക്ക് മുമ്പുള്ള എൻ്റെ ചിന്തയായിരുന്നു ഈ അവയവദാനം ചെയ്യണം എന്നുള്ള കാര്യം. പക്ഷേ ഇതെങ്ങനെ ചെയ്യണം, എന്താണ് അതിൻ്റെ നടപടിക്രമങ്ങളെ പറ്റി ഒന്നും എനിക്കൊരു ഐഡിയ ഉണ്ടായില്ല. പക്ഷേ നമ്മൾ കലാസ്വാദക സംഘമായിട്ട് ഞങ്ങളൊരു മീറ്റിംഗ് കൂടി ഇപ്പോൾ ഇത് ചെയ്യാൻ തീരുമാനിക്കുകയും അപ്പോൾ അതിൻ്റെ ഉത്തരവാദിത്വം അതെങ്ങനെ ചെയ്യാമെന്നുള്ള കാര്യം ഞാൻ തന്നെ ഏറ്റെടുക്കുകയും ഞാൻ അതനുസരിച്ച് എൻ്റെ ഒരു സുഹൃത്ത് ഒരു ഡോക്ടറുമായിട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹമാണ് ഇങ്ങനെ മൃതസഞ്ജീവനിയിലാണ് രജിസ്റ്റർ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞാൽ അദ്ദേഹം എനിക്ക് ഫോൺ നമ്പർ തന്നു. ആ ഫോൺ നമ്പർ വിളിച്ചപ്പോൾ ഇത് കേരള സ്റ്റേറ്റ് ഓർഗൻ ആൻഡ് ടിഷ്യൂ ട്രാൻസ്പ്ലാന്റേഷൻ ഓർഗനൈസേഷൻ, അതായത് KSOTO എന്ന് പറയുന്ന ഗവൺമെൻറ്റിൻ്റെ തന്നെ ഒരു വിങ്ങാണ്. അവരുടെ ഒരു കോർഡിനേറ്റർ നമ്പർ കിട്ടി. അപ്പോൾ അവരാണ് പറയുന്നത് ക്ലാസ്സുകൾ സംഘടിപ്പിക്കണം, ഞങ്ങൾ തന്നെ ക്ലാസ്സിൽ എടുത്തുതരാം, നിങ്ങൾ മീറ്റിംഗ് അറേഞ്ച് ചെയ്താൽ മാത്രം മതി, ബാക്കി എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചെയ്തു തരാമെന്ന് പറയുന്ന പേരിൽ അവരോട് നിരന്തരമായിട്ട് സംസാരിച്ച് അങ്ങനെയാണ് ഞങ്ങളിപ്പോൾ ഈ പ്രോഗ്രാം വന്നത്. ഇപ്പോൾ ഈ ജൂലൈ 1 മുതൽ 31 വരെ ഗവൺമെൻറ്റിൻ്റെ തന്നെ ഒരു ക്യാമ്പയിൻ നടക്കുന്നുണ്ട്. അവയവദാനത്തെ പറ്റിയുള്ള ക്യാമ്പയിൻ ഗവൺമെൻറ്റിൻ്റെ തന്നെ നടക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ കുറച്ചും കൂടെ ഞങ്ങൾക്ക് എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റി. ഇപ്പം നാളെ ആർക്കെങ്കിലും ഇത്തരം ഒരു ആശയം തോന്നുകയാണ്, എങ്ങനെ എനിക്ക് ആർക്കെങ്കിലും ഒരാൾക്ക് അവയവദാനം ചെയ്യണമെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളെ കോൺടാക്ട് ചെയ്താൽ മതിയോ, ഞങ്ങളെ വിളിച്ചു കഴിഞ്ഞാൽ അല്ല ഞങ്ങളെ എങ്ങനെയെങ്കിലും രീതിയിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അതിനുള്ള എല്ലാവിധ സഹായങ്ങളും ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നും ഒക്കെയുള്ള കാര്യങ്ങൾ ഞങ്ങൾക്ക് തന്നെ പറഞ്ഞു തരാൻ പറ്റും. അവയവദാനം ഇപ്പം ഞങ്ങൾ നിലവിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് മരണാനന്തരം അവയവദാനം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് 2 തരം അവയവദാനങ്ങളുണ്ട്. ഒന്ന് നമുക്ക് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ലൈവ് ഡൊണേഷൻ ഉണ്ട്, അതായത് നമ്മുടെ കിഡ്നി കരളിൻ്റെ ഭാഗങ്ങളൊക്കെ ചെയ്യുന്ന അത് കുറച്ചുകൂടി സങ്കീർണമാണ്, അത് ആളുകൾ സമ്മതിക്കാൻ സാധ്യത കുറവുള്ള കാര്യമാണ്. പക്ഷെ മരണാനന്തരം നമ്മുടെ എല്ലാം വെറുതെ കത്തി നശിച്ചു പോകുന്ന അവയവങ്ങളാണ്. അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ ഒരു ഉപകാരം കിട്ടുന്നെങ്കിൽ അത് കിട്ടിക്കോട്ടെ. തീർച്ചയായിട്ടും ഞങ്ങൾക്ക് വളരെ അഭിമാനത്തോടു കൂടിയാണ് ഞങ്ങളിപ്പോൾ ഇവിടെ നിൽക്കുന്നത്. കാരണം ഞങ്ങൾ വളരെ നല്ലൊരു കാര്യം ചെയ്തു. ചാരിറ്റി എന്ന് പറയുമ്പോൾ ഇതിനപ്പുറത്തേക്ക് ഒരു ചാരിറ്റി ചെയ്യാനില്ല എന്നാണ് ഞങ്ങളുടെ ഒരു ചിന്ത. പിന്നെ ഒത്തിരി തെറ്റായ ധാരണയുണ്ട്. ഇപ്പോൾ കണ്ണ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെ ചൂടുന്നെടുക്കുക എന്നൊരു സംഗതിയല്ല. അതിനകത്ത് അത്യാവശ്യം നമ്മുടെ കാഴ്ചയായി ബന്ധപ്പെടുന്ന ലെൻസ് ഉൾപ്പെടെയുള്ള അകത്തുനിന്നൊരു ചെറിയ സാധനം മാത്രമേ എടുക്കുന്നുള്ളൂ. മനുഷ്യരുടെ ധാരണ മുഴുവൻ ഇത് കണ്ണെടുത്തുകൊണ്ട് പോകും അല്ലെങ്കിൽ അതെടുക്കുക, ഇപ്പം തന്നെ ഇത് അവയവം വേണം അതുകൊണ്ട് പണിയെടുക്കുന്നിടത്ത് വിളിച്ചിറക്കി കൊണ്ടുപോകുന്ന ഒരു സംഗതിയില്ല. മരിച്ചു കഴിഞ്ഞ് ആ ശരീരം നശിച്ചു പോകുന്ന അല്ല തീർന്നു പോകുന്ന കത്തിയോ അലിഞ്ഞോ പോകുന്ന ആ ശരീരത്തിൽ നിന്ന് സാധാരണക്കാരന് മറ്റുള്ളവർക്ക് ആർക്കെങ്കിലും ഒന്ന് ഉപകാരപ്പെടുക എന്നുള്ളതാണ്. അത് നമ്മുടെ ജീവൻ അല്ലെങ്കിൽ നമ്മുടെ കൂടെയുള്ള കൂട്ടുകാരുടെ ബന്ധുക്കളുടെയോ ഒക്കെ ജീവൻ ഒരാളിൽ കൂടി കിട്ടുക കാണുക എന്ന് പറയുമ്പോൾ അതൊരു വല്ലാതെ ഒരു സന്തോഷം കൂടെയാണ്. ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ഒരു ഫീൽ കൂടെ ഉണ്ട്. അതിനാണ് ഞങ്ങളിത് ഫസ്റ്റ് പ്രിഫറൻസ് ഇതിനെ കൊടുത്തു. ഈ ക്യാമ്പയിൻ ജൂലൈ 31 വരെ ആയതുകൊണ്ട് അതിന് വളരെ പ്രാധാന്യം കൊടുത്തു. അതിന് ഞങ്ങളുടെ സെക്രട്ടറി വളരെയധികം ഹാർഡ് വർക്ക് ചെയ്തു. എല്ലാ കാര്യത്തിലും ബന്ധപ്പെട്ട് സന്തോഷമാണ്. കലാ ആസ്വാദക സംഘം അവയവദാനത്തെ പറ്റി പറഞ്ഞു കഴിഞ്ഞു. ഒരു മനുഷ്യൻ്റെ ജീവനിൽ നിലനിർത്തുന്നതിന് വേണ്ടി ഏറ്റവും പ്രധാന ഒരു കാര്യമാണ് അവയവദാനം. ഇനി മുമ്പോട്ട് ഇന്നത്തെ ഈ പ്രോഗ്രാം കഴിഞ്ഞതിന് ശേഷം ഇനി മുമ്പോട്ട് എന്താണ് കലാ ആസ്വാദക സംഘത്തിൻ്റെ മുന്നോട്ടുള്ള മുന്നൊരുക്കങ്ങൾ? ഞങ്ങൾ ഈ വർഷം ഒരു 4 പൊതുപരിപാടിയാണ് ഉദ്ദേശിച്ചത്. ഒന്ന് അവയവദാനമായിരുന്നു. രണ്ടാമത് ഞങ്ങൾ നമ്മുടെ എല്ലാവർക്കും അറിയാം നമ്മുടെ റോഡ് ട്രാഫിക് നിയമങ്ങൾ. അപ്പോൾ എങ്കിൽ പോലും ആരും പാലിക്കാറില്ല. പലരും നമ്മളുൾപ്പെടെയുള്ള പല ആളുകളും അറിയാവുന്ന പല കാര്യം തെറ്റിക്കുന്ന ഒരു നിയമമാണ് റോഡ് നിയമങ്ങൾ. റോഡ് നിയമ അവബോധന ഒരു ക്ലാസ്, അത്തരം ഒരു ക്ലാസ് ഞങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട് പല ആർടിഒസുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. പിന്നെ ഉള്ള ഒരു നിരോധിത ലഹരി വിരുദ്ധ പ്രചരണം, അതായത് ഞങ്ങൾ നമ്മുടെ പഞ്ചായത്തിലുള്ള എല്ലാ വാർഡുകളിലും ഞങ്ങളുടേതായ എന്തെങ്കിലും ഒരു സ്കിറ്റ് പോലെ എന്തെങ്കിലും പ്രോഗ്രാം അവതരിപ്പിച്ച് അതിനോടൊരു ആശയം വരുന്ന രീതിയിൽ ഒരു പ്രോഗ്രാം തന്നെ ചെയ്തുകൊണ്ട് പഞ്ചായത്തിലെ മുഴുവൻ വാർഡുകളിലും ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. പിന്നെ ഒന്ന് ഒരു നേത്ര പരിശോധന ക്യാമ്പ്. ഇങ്ങനെ ഒരു 4 പരിപാടിയാണെങ്കിൽ ഈ വർഷം ഞങ്ങളുടെ ഓണാഘോഷം ക്രിസ്മസ് ആഘോഷം കൂടാതെ തന്നെ ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നു. മറ്റുള്ളവർക്ക് മാതൃകയായിത്തീരുന്ന ഒരു സംഘമാണ് കലാ ആസ്വാദക സംഘം. അതുകൊണ്ട് തന്നെ ഐഫോറിയൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു.
അപ്പോൾ ഞങ്ങൾ ഈ ഐഫോറിയുവിന് വേണ്ടി ഞങ്ങൾ കാസിന് വേണ്ടി ഐഫോറിയുവിനോട് വളരെ പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. അനിക്കുട്ടനോടും അതുപോലെ തന്നെ അജേഷിനോടും ഞങ്ങളുടെ ആ ഒരു സേവന സന്നദ്ധത കണ്ട് അദ്ദേഹം ഞങ്ങളെ സ്വീകരിക്കുകയും അതൊന്ന് അവതരിപ്പിക്കണമെന്ന് പറയുകയും ചെയ്യുന്നത് നിങ്ങളുടെ സന്മനസ്സാണ്. അതും ഒരു ദയവാണ്, സേവനമാണ്. വളരെ നന്ദി ഐഫോറിയുവിൻ്റെ എല്ലാ ആളുകൾക്കും, അതിൻ്റെ പ്രേക്ഷകർക്ക് ഉൾപ്പെടെ നമ്മൾ വളരെ നന്ദി പറയുന്നു. താങ്ക്സ്. ഐഫോറിയു ന്യൂസ്, ഏറ്റുമാനൂർ.